നമസ്കാരം. പാലത്തായി കേസിൽ പത്മരാജൻ മാസ്റ്റർ ഒരു കുറ്റവാളിയാണെന്ന് നിങ്ങൾക്ക് 1% സംശയമുള്ള പക്ഷം ദയവായി നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണണം. ഒരു സിനിമയിൽ എന്ന പോലെ നിങ്ങൾക്ക് അദ്ദേഹം തികച്ചും ഒരു നിരപരാധിയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എൻ്റെ കഴിഞ്ഞ വീഡിയോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ധനസമാഹരണവുമായി ബന്ധപ്പെട്ടതായിരുന്നു. ആ വീഡിയോ കണ്ടതിന് ശേഷം എനിക്ക് വളരെയധികം പരാതികൾ ലഭിച്ചു. എല്ലാവരും പറഞ്ഞത് അതിൻ്റെ GPay നമ്പർ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതായിരുന്നു. ഞാൻ അതിൻ്റെ സംഘാടകരുമായി ആ വിഷയം ടേക്കപ്പ് ചെയ്തു. എന്തോ ഒക്കെ ചില ടെക്നിക്കൽ ഫാൾട്ട് ഉണ്ടായിരുന്നതായിട്ടാണ് അവരെന്നോട് പറഞ്ഞത്. അതിപ്പോൾ ശരിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ നമ്പർ ഉപയോഗിക്കാം. എന്നിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ QR കോഡ് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് സംഭാവനകൾ നൽകാവുന്നതാണ്. അപ്പോൾ ആ GPay നമ്പർ എന്ന് പറയുന്നത് 9446484508 എന്നാണ്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ തലശ്ശേരിയിലെ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയുടെ അഭിപ്രായ പ്രകാരം ഈ കേസിലെ സ്റ്റാർ വിറ്റ്നസ്സസ്, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട 5 സാക്ഷികളിൽ 2 പേർ, ഒന്ന് ഈ കേസിലെ അതിജീവിതയും രണ്ടാമത്തേത് അവളുടെ കൂട്ടുകാരിയും ക്ലാസ്മേറ്റും ആയ മറ്റൊരു കുട്ടിയും ആയിരുന്നു. അവരുടെ രണ്ടുപേരുടെയും മൊഴി എടുത്ത് നമ്മൾ സസൂക്ഷ്മം പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പത്മരാജൻ മാസ്റ്റർ തികച്ചും നിരപരാധിയാണെന്നും ഈ കേസ് കെട്ടിച്ചമച്ച ഒരു കേസാണെന്നും നമുക്ക് ഏവർക്കും തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ആരൊക്കെയാണെങ്കിലും കൊച്ചുകുട്ടികളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചതിന് ശേഷം ഇതുപോലെ പറയണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സാക്ഷിക്കുട്ടിയിൽ കയറ്റി നിർത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ കുട്ടികൾ കൂടി ആയതുകൊണ്ട് അവർ വളരെയധികം തെറ്റുകൾ വരുത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അത് പ്രോസിക്യൂഷൻ കേസിനെ തന്നെ ഈ മൂട് വെച്ച് മുറിച്ച് കളയുകയും ചെയ്യും. അത്തരത്തിൽ ഒന്നിൻ്റെ ഒരു ഉദാഹരണമാണ് പാലത്തായി കേസ്. പ്രോസിക്യൂഷൻ്റെയും കോടതിയുടെയും അഭിപ്രായ പ്രകാരം ഈ പീഡനം നടന്നു എന്ന് പറയുന്നത് 3 ദിവസങ്ങളിൽ ആയിട്ടാണ്. ഒന്നാമത്തെ പീഡനം നടന്നത് 2020 ജനുവരി മാസം 15-ാം തീയതിക്ക് മുൻപൊരു ദിവസം ഉച്ചയ്ക്ക് 1 മണിക്കും, രണ്ടാമത്തെ പീഡനം നടന്നത് 15/1/2020 രാവിലെ 11:30-നും, മൂന്നാമത്തെ പീഡനം നടന്നത് 2/2/2020 അതായത് ഫെബ്രുവരി മാസം 2-ാം തീയതി രാവിലെ 10 മണിക്കും ആയിരുന്നു എന്നാണ്. മൂന്നാമത്തെ പീഡനം നടന്നു എന്ന് പറയുന്ന ഫെബ്രുവരി മാസം 2-ാം തീയതി ഒരു അവധി ദിവസം ആയിരുന്നു, സൺഡേ ആയിരുന്നു. അപ്പോൾ കുട്ടിയുടെ മൊഴി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് തൊട്ട് തലേ ദിവസം 1-ാം തീയതി ആ കുട്ടിയുടെ ക്ലാസ് ടീച്ചർ ഈ കുട്ടിയുടെ ഉമ്മയെ വിളിക്കുകയും പിറ്റേ ദിവസം പത്മരാജൻ മാസ്റ്റർ LSS ക്ലാസ് എടുക്കുമെന്നും അതിന് നിങ്ങളുടെ കുട്ടിയെ അയക്കണം എന്ന് പറഞ്ഞതായും അതിൻ പ്രകാരം ഉമ്മ കുട്ടിയെയും കൊണ്ട് സ്കൂളിൽ വന്നതായും അന്നേ ദിവസം രാവിലെ 10 മണിക്ക് അദ്ദേഹം ഈ കുട്ടിയെ പീഡിപ്പിച്ചു എന്നുമാണ്. നാം ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 3-ാം ദിവസത്തെ പീഡനത്തിന് ശേഷമാണ്, അതായത് ഫെബ്രുവരി മാസം 2-ാം തീയതിയിലെ പീഡനത്തിന് ശേഷമാണ് ഈ കാര്യങ്ങൾ പുറത്താരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പത്മരാജൻ മാസ്റ്റർ തന്നെയും തൻ്റെ അമ്മയെയും കൊല്ലും എന്ന് ഭീഷണി മുഴക്കിയത് എന്നാണ് നമ്മുടെ ഈ വിധിന്യായത്തിൻ്റെ 24-ാമത്തെ പുറത്തിൽ 41-ാമത്തെ ഖണ്ഡികയിൽ കോടതി പറയുന്നത്. അതായത് അതിനു മുമ്പ് ഈ കുട്ടി അങ്ങനെ ഒരു മൊഴി നൽകിയിട്ടേ ഇല്ല. ഞാൻ എന്തുകൊണ്ടാണ് അതിവിടെ സ്ട്രെസ് ചെയ്ത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാം കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രസക്തി എന്താണെന്ന് മനസ്സിലാകും. അപ്പോൾ നാം കണ്ടു, 1-ാമത്തെ ദിവസത്തെ പീഡനം നടന്നു എന്ന് പറയുന്നത് 15-ാം തീയതിക്ക് മുൻപുള്ള ജനുവരി മാസത്തിലെ തന്നെ ഒരു ദിവസം ആയിരുന്നു. അപ്പോൾ നാം നോക്കുകയാണ് എങ്കിൽ 1-ാം തീയതിക്കും 14-ാം തീയതിക്കും ഇടയിലുള്ള ഒരു ദിവസം, അതിൽ 4-ാം തീയതിയും 5-ാം തീയതിയും 11-ാം തീയതിയും 12-ാം തീയതിയും അവധി ദിവസങ്ങൾ ആയിരുന്നു. അപ്പോൾ അതിനകത്തുള്ള ഒരു ദിവസം ആയിരിക്കണം, അഥവാ ഈ പീഡന ആരോപണം ശരിയാണെങ്കിൽ ആ പീഡനം നടന്നിട്ടുള്ളൂ. അതിജീവിത പറയുന്നത് 1-ാമത്തെ ദിവസത്തെ പീഡനം, അതായത് 1 മണിക്ക് നടന്നതിന് ശേഷം അതും അതിൻ്റെ കൂട്ടുകാരികളും ചേർന്ന് ഈ അറബിക് ടീച്ചറിനെ കാണാൻ പോയി. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാഡ് വാങ്ങിക്കാൻ. അവിടെ പോയി ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ എനിക്ക് മെൻസസ് ആയി, അതുകൊണ്ട് എനിക്ക് പാഡ് വേണം എന്നായിരുന്നു. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ഇത്ര ചെറിയ പ്രായത്തിലേ മെൻസസ് ആയോ? എന്തായാലും അവർ പാഡ് കൊടുക്കുകയും ഈ കുട്ടിയുടെ അമ്മയെ വിളിച്ചു വരുത്തി ഈ കുട്ടിയെ അതിൻ്റെ ഉമ്മയോടൊപ്പം വീട്ടിലേക്ക് വിടുകയും ചെയ്തു. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, കുട്ടി പറയുന്നത് 1 മണിക്ക് ശേഷമാണ്, അല്ലെങ്കിൽ 1 മണിക്കുള്ള ഇൻ്റർവെൽ സമയത്താണ് തന്നെ പീഡിപ്പിച്ചത് എന്നാണ്. അത് ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ടീച്ചറിൻ്റെ അടുക്കെ പോയത് ഉച്ചയ്ക്ക് ശേഷം തന്നെ ആയിരിക്കണം.
എന്നാൽ അറബിക് ടീച്ചർ ഈ കേസിലെ പ്രോസിക്യൂഷൻ സാക്ഷിയായിരുന്നു. അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 15-ാം തീയതി താൻ ലീവിലായിരുന്നു. ഈ കുട്ടികൾ എൻ്റെ അടുക്ക വന്നു എന്ന് പറയുന്നതും ശരിയാണ്. പക്ഷേ അത് ഈ 15-ാം തീയതിക്കും 2-3 ദിവസങ്ങൾക്ക് മുൻപായിരുന്നു കുട്ടികൾ വന്നത് എന്നും താൻ അവർക്ക് ഈ പാഡ് കൊടുത്തതായിട്ട് പറയുന്നു. പക്ഷേ അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ കുട്ടികൾ അവരുടെ അടുക്കൽ വന്നിരുന്നത് 1-ാമത്തെ പീരീഡിൽ ആയിരുന്നു എന്നാണ്, അല്ലാതെ 1 മണിക്ക് ശേഷം ആയിരുന്നു എന്ന് അല്ല. അപ്പോൾ ഈ കുട്ടികൾക്ക് അറിയാമായിരുന്നു ഇങ്ങനെ പത്മരാജൻ മാസ്റ്റർ വന്നിട്ട് ഈ 1 മണിക്ക് തന്നെ പീഡിപ്പിക്കുമെന്നും അപ്പോൾ തനിക്ക് പാഡിൻ്റെ ആവശ്യം വേണ്ടിവരും എന്നും പറഞ്ഞിട്ടാണോ ഈ കുട്ടികൾ അന്ന് 1-ാമത്തെ പീരീഡിൽ തന്നെ ഈ ടീച്ചറുടെ അടുക്ക പോയിട്ട് ഈ പാഡുകൾ ആവശ്യപ്പെട്ടത്? അപ്പോൾ ടീച്ചർ പറഞ്ഞത് 15-ാം തീയതിക്കും 2-3 ദിവസങ്ങൾക്ക് മുൻപായിരുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ ആ ദിവസം തികച്ചും 13-ാം തീയതി മാത്രം ആയിരിക്കണം. അതായത് ഈ 11-ഉം 12-ഉം ശനിയും ഞായറും ആയിരുന്നു. അപ്പോൾ 3 ദിവസം മുൻപും ആകത്തില്ല, 4 ദിവസം മുമ്പും ആകത്തില്ല. അപ്പോൾ ഈ പീഡനം നടന്നു എങ്കിൽ അത് തീർച്ചയായിട്ടും 13-ാം തീയതി തന്നെ ആയിരിക്കണം. കാരണം ടീച്ചർ പറയുന്നു 15-ാം തീയതിക്കും 2-3 ദിവസം മുമ്പാണ് താൻ കുട്ടികൾക്ക് പാഡ് നൽകിയത് എന്ന്. എന്നാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പത്മരാജൻ മാസ്റ്റർ ജനുവരി മാസം 6-ാം തീയതി മുതൽ 14-ാം തീയതി വരെ തൻ്റെ സഹോദരിയുടെ ഹൃദയ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. അപ്പോൾ നാം ആലോചിക്കേണ്ടത് കോഴിക്കോട് നിന്നും പാലത്തായിലെ ഒരു കൊച്ചുകുട്ടിയെ പീഡിപ്പിക്കാൻ തക്ക ദിവ്യശക്തിയുള്ള ഒരു മനുഷ്യനായിരുന്നോ ഈ പത്മരാജൻ മാസ്റ്റർ എന്നാണ്. എന്നാൽ അക്കാര്യം ഈ ലോകത്തിന് മുഴുവൻ മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിലും നമ്മുടെ ബഹുമാനപ്പെട്ട തലശ്ശേരി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, അത് കാണാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ മറ്റാർക്കോ വേണ്ടി അത് കണ്ടില്ല എന്ന് നടിച്ചു എന്ന് വേണം നാം മനസ്സിലാക്കാൻ. എന്നാൽ കോടതി പറഞ്ഞത് ഈ സ്കൂൾ മാനേജ്മെൻറ്റ് ഈ പ്രതിയായ പത്മരാജനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഹാജർ ബുക്കിലും ഈ കാഷ്വൽ ലീവ് രജിസ്റ്ററിലും മറ്റും കൃത്രിമം നടത്തി എന്നാണ്. ഇവിടെയാണ് നാം ആലോചിക്കേണ്ടത് ഈ കേസിലെ FIR രജിസ്റ്റർ ചെയ്തത് ഈ മാർച്ച് മാസം 17-ാം തീയതി വൈകുന്നേരം ആയിരുന്നു. അതിനുശേഷം പിറ്റേ ദിവസം തന്നെ പോലീസ് ഈ സ്കൂളിൽ വരികയും ഈ അറ്റൻഡൻസ് രജിസ്റ്ററും കാഷ്വൽ ലീവ് രജിസ്റ്ററും കൂടാതെ ഈ കുട്ടിയുടെ അറ്റൻഡൻസ് രജിസ്റ്ററും ഒക്കെ തന്നെ സീസ് ചെയ്യുക ഉണ്ടായി. അപ്പോൾ ഈ വൈകുന്നേരത്തിന് ശേഷം ഒറ്റ രാത്രിയിൽ ഈ സ്കൂൾ മാനേജ്മെൻറ്റ് വന്നിട്ട് ഈ പത്മരാജൻ മാസ്റ്ററിനെ കേസ് എന്താണെന്ന് പോലും അറിയാതെ ഈ പത്മരാജൻ മാസ്റ്ററെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ രജിസ്റ്ററുകളിൽ വൈറ്റ്നർ ഉപയോഗിച്ചിട്ട് കൃത്രിമം നടത്തി എന്ന് പറയുന്നത് ആർക്കും തന്നെ വിശ്വസിക്കാൻ സാധിക്കില്ല. എന്നാലും ഇവിടെയും മറ്റൊരു വളരെ പ്രസക്തമായ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഓഫീസിലൊക്കെ തന്നെ ഈ വൈറ്റ്നർ ഉപയോഗിച്ചിട്ട് അറ്റൻഡൻസ് രജിസ്റ്ററിലും അതുപോലെ തന്നെ കാഷ്വൽ ലീവ് രജിസ്റ്ററിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താറുണ്ട് എന്നുള്ളത് വളരെ സത്യമായ ഒരു കാര്യമാണ്, ഞാനും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വൈറ്റ്നറിൻ്റെ പാടുകളും മറ്റും ഉണ്ടെങ്കിൽ തന്നെയും ഈ പത്മരാജൻ മാസ്റ്ററുടെ പേരിന് എതിരെയുള്ള ഒരു കോളത്തിലും ഒരിടത്തും തന്നെ വൈറ്റ്നർ ഉപയോഗിച്ചിട്ടേ ഇല്ല. എന്നിട്ടും തലശ്ശേരി കോടതി പറയുന്നു അല്ല, ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അന്ന് രാഖി രാമാനം ഈ സ്കൂൾ മാനേജ്മെൻറ്റ് അവിടെ അതിൽ കൃത്രിമം നടത്തി എന്നാണ്. ഈ സത്യാവസ്ഥയും നമ്മുടെ ബഹുമാനപ്പെട്ട തലശ്ശേരി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിക്ക് കാണാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റാർക്കോ വേണ്ടിയിട്ട് കോടതി കണ്ണടച്ചു. ഇനി നമുക്ക് വിചിത്രമായ 2-ാം ദിവസത്തെ പീഡനത്തിലേക്ക് വരാം. കുട്ടിയുടെ മൊഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-ാമത്തെ പീഡനം സഹിക്കാൻ വയ്യാതെ കുട്ടി കുറച്ച് ദിവസം ലീവ് എടുത്ത് വീട്ടിലിരുന്നു. അതിനുശേഷം കുട്ടി സ്കൂളിൽ പിന്നെ വരുന്നത് 15-ാം തീയതിയാണ്, ജനുവരി മാസം 15-ാം തീയതി. അന്ന് ഈ കുട്ടിക്ക് ആദ്യമായിട്ട് ജീവിതത്തിൽ മെൻസസ് ഉണ്ടായി എന്നും കുട്ടി പറയുന്നുണ്ട്. നാം കണ്ടു ആദ്യത്തെ ദിവസവും കുട്ടിക്ക് മെൻസസ് ആയി എന്ന് പറഞ്ഞിട്ടാണ് ഈ ടീച്ചറിൻ്റെ അടുക്ക പോയി പാഡ് വാങ്ങിയത്. എന്നാൽ ഇവിടെയും പറയുന്നു തനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് മെൻസസ് ഉണ്ടായത് ഈ 15-ാം തീയതി ആണ്. അതുകൊണ്ട് താൻ വീട്ടിൽ നിന്നും തന്നെ പാഡും ധരിച്ചിട്ടാണ് സ്കൂളിൽ വന്നത് എന്നും ഈ കുട്ടി പറയും. എന്നാൽ ഈ കുട്ടി പഠിക്കുന്ന 4A ഡിവിഷനിലെ അറ്റൻഡൻസ് രജിസ്റ്റർ പരിശോധിക്കുകയാണ് എങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ആ കുട്ടിയുടെ റോൾ നമ്പർ 13 മനസ്സിലാക്കാൻ സാധിക്കും. ജനുവരി മാസത്തിൽ 28-ാം തീയതി ഒഴികെയുള്ള മറ്റെല്ലാ ദിവസങ്ങളിലും ഈ കുട്ടി സ്കൂളിൽ ഹാജരായിരുന്നു എന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പത്മരാജൻ മാസ്റ്റർ ഈ 15-ാം തീയതിയും കാഷ്വൽ ലീവിൽ ആയിരുന്നു.
അദ്ദേഹത്തിൻ്റെ ടവർ ലൊക്കേഷനും വളരെ ദൂരെ ആയിരുന്നു എന്ന് പരിശോധനയിൽ തെളിഞ്ഞിട്ടുള്ളതും ആണ്. എന്നിട്ടും ഈ കുട്ടി പറയുന്നു അന്നേ ദിവസം 11:30 മണിക്ക് തന്നെ പത്മരാജൻ മാസ്റ്റർ ഈ ടോയ്ലറ്റിൽ വെച്ചിട്ട് പീഡിപ്പിച്ചു എന്നാണ്. നാം നേരത്തെയുള്ളൊരു വീഡിയോയിൽ നാം കണ്ടു. ഈ ഇൻ്റർവെൽ സമയങ്ങളിൽ, അതായത് ഈ ടീച്ചർമാരും ഈ കുട്ടികളും ഒക്കെ ഒന്നിച്ച് ഈ ടോയ്ലറ്റിലേക്ക് പോകുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ആ സമയം പത്മരാജൻ മാസ്റ്റർ അങ്ങോട്ട് പോകാനുള്ള, അദ്ദേഹം എന്നല്ല ആരും തന്നെ അങ്ങോട്ട് പോകില്ല. കാരണം ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ബോൺസ് ആണ്. അത് ഈ സ്ത്രീകൾക്കും ഈ വിദ്യാർത്ഥിനികൾക്കും വേണ്ടി മാത്രമുള്ള ഒരു ഏരിയയാണ്. അവിടെ വെച്ച് തന്നെ ഇൻ്റർവെൽ സമയത്ത് തന്നെ പത്മരാജൻ പീഡിപ്പിച്ചു എന്നാണ് കുട്ടിയുടെ അവകാശവാദം. ഇവിടെയും നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് അതിജീവിതയുടെ മൊഴി എന്ന് പറയുന്നത് അന്നേ ദിവസം 2ാമത്തെ പീരീഡിൽ ഒരു സ്മിത ടീച്ചർ ഹിന്ദി ക്ലാസ് എടുക്കുന്ന വേളയിൽ അവരിൽ നിന്നും പെർമിഷൻ വാങ്ങിയതിന് ശേഷമാണ് താനും തൻ്റെ കൂട്ടുകാരിയും കൂടി ഈ ടോയ്ലറ്റിലേക്ക് പാഡ് മാറാൻ പോയത് എന്നും അപ്പോഴാണ് പീഡനം നടന്നത് എന്നുമാണ്. കുട്ടി വരാൻ കുറേ താമസിച്ചു എന്നും ഈ വന്ന അവസരത്തിൽ സ്മിത ടീച്ചർ എന്തുകൊണ്ടാണ് വൈകിയത് എന്ന് ചോദിച്ചതായി പറയുന്നു. എന്നാൽ അതിന് കുട്ടി ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഉത്തരം കൊടുത്തതായി പറയുന്നില്ല. അന്നേ ദിവസം ഈ പീഡനം കഴിഞ്ഞതുകൊണ്ട് വീണ്ടും ഒരുപാട് ബ്ലീഡിങ് നടന്നതായിട്ടും അതിൻ്റെ വസ്ത്രത്തിൽ, യൂണിഫോമിലൊക്കെ തന്നെ രക്തം ആയതിനാൽ ഈ നേരത്തെ പറഞ്ഞ അറബിക് ടീച്ചറിനെ സമീപിക്കുകയും അവർ ഈ കുട്ടിക്ക് പുതിയ ഒരു യൂണിഫോം കൊടുത്തു എന്നുമാണ് കുട്ടി പറയുന്നത്. എനിക്കറിയില്ല ഈ സ്കൂളിൽ ഈ ഓരോ കുട്ടികളുടെയും സൈസ് അനുസരിച്ചുള്ള യൂണിഫോം തച്ചിട്ട് ഇങ്ങനെ ഏത് നിമിഷം വന്നാലും കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കി വച്ചിരിക്കുകയാണോ എന്നുള്ള കാര്യം. അന്നേ ദിവസം അറബിക് ടീച്ചർ പാഠം നൽകിയതായിട്ടും അന്നാണ് കുട്ടിയുടെ ഉമ്മയ്ക്ക് ഈ കുട്ടി ആദ്യമായിട്ട് മെൻസസ്സായി എന്ന് ഒരു സംശയം വന്നതെന്നും അതിനെ തുടർന്ന് ഈ സംഭവം നടന്നത് 15-ാം തീയതിയിലാണ്. അതിനെ തുടർന്ന് 18-ാം തീയതി ഈ കുട്ടിയെയും കൂട്ടി ഒരു ഗൈനക്കോളജിൻ്റെ അടുത്ത് പോയതായിട്ടും ആണ് കുട്ടിയുടെ മൊഴി. ഇവിടെ നാം മനസ്സിലാക്കണം, ഈ 1-ാം ദിവസത്തെ പീഡനം നടന്നു എന്ന് പറഞ്ഞ അവസരത്തിലും ഈ കുട്ടി ടീച്ചറിനോട് പറഞ്ഞത് തനിക്ക് മെൻസസ്സായി, അതുകൊണ്ട് പാഡ് വേണം എന്നാണ്. അന്നും ടീച്ചർ ഇതിൻ്റെ ഉമ്മയെ വിളിച്ചു വരുത്തുകയുണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉമ്മ വരുമ്പോൾ ടീച്ചർ എന്ത് പറയും? സഹോദരി, നിങ്ങളുടെ മകൾ മെൻസസ് ആയിരിക്കുകയാണ്, അവളെ വീട്ടിൽ കൊണ്ടുപോകൂ എന്ന് പറഞ്ഞ് കാണുമോ? അങ്ങനെയാണെങ്കിൽ ഈ 15-ാം തീയതി വീണ്ടും ഉമ്മയ്ക്ക് ആദ്യമായിട്ട് എങ്ങനെയാണ് തൻ്റെ മകൾ ഈ മെൻസസ്സായി എന്ന് ഒരു സംശയം വരിക? ഒരു കുട്ടി മെൻസസ്സായി കഴിഞ്ഞാൽ അതിൻ്റെ അമ്മയ്ക്ക് തന്നെയായിരിക്കും അതിനെക്കുറിച്ചുള്ള ഏറ്റവും ആദ്യം ഉള്ള ബലപ്പെട്ട ഇൻഫർമേഷൻ ലഭിക്കുക. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഈ അതിജീവിതയ്ക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് എല്ലാ ദിവസവും ആദ്യമായിട്ട് മെൻസസ് ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത് എന്നാണ്. ഇവിടെയാണ് നാം മറ്റൊരു കാര്യം കൂടി കൂട്ടി വായിക്കേണ്ടത്. അതായത് ഈ കുട്ടി കൗൺസിലേഴ്സിന് മൊഴി കൊടുത്ത വേളയിൽ അവൾ പറയുകയുണ്ടായി, തനിക്ക് 3ാമത്തെ സ്റ്റാൻഡേർഡ് മുതൽ പൈൽസിൻ്റെ അസുഖമുണ്ട്, അതുകൊണ്ട് അന്ന് മുതൽ തന്നെ താൻ പാമ്പേഴ്സ് അല്ലെങ്കിൽ പാഡ് ധരിച്ചു വരുന്നു എന്ന് അവിടെ മൊഴി കൊടുക്കുകയുണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും കോമൺ സെൻസുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ കുട്ടിക്ക് 3ാം സ്റ്റാൻഡേർഡ് മുതൽ തന്നെ ഈ പൈൽസിൻ്റെ അസുഖം മൂലം നിരന്തരം ബ്ലീഡിംഗ് ഉണ്ടായിരുന്നതായി. അതുകൊണ്ട് തന്നെ അവൾ 3ാം ക്ലാസ് മുതൽക്ക് തന്നെ ഈ പാഡ് ധരിച്ചു വന്നിരുന്നു എന്നും ആണ്. എന്നാൽ ഇതേ സംഭവത്തെക്കുറിച്ചിട്ട് ഈ കുട്ടിയോടൊപ്പം അകമ്പടി പോയി എന്ന് പറയപ്പെടുന്നതും ഈ കുട്ടിയുടെ അടുത്ത കൂട്ടുകാരിയും കോടതിയിൽ മൊഴി കൊടുത്തതും ആ കുട്ടിയും ഒരു സ്റ്റാർ വിറ്റ്നസ് ആയിരുന്നു എന്നാണ് ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തിയത്. ആ കുട്ടി പറയുന്നത്, സ്മിത ടീച്ചറുടെ ക്ലാസ്സിന് തൊട്ട് മുമ്പേ തന്നെ തങ്ങൾ രണ്ടുപേരും കൂടി ഈ പാഡ് വാങ്ങാൻ പോയതായിട്ടും ആ സമയം ഈ ടോയ്ലറ്റിൻ്റെ സമീപം എത്തിയപ്പോൾ പത്മരാജൻ ഈ കുട്ടിയോട് നേരത്തെ ക്ലാസ്സിൽ പോകാൻ പറഞ്ഞു എന്നും അതിനുശേഷം പീഡനത്തിൽ ഏർപ്പെട്ടു എന്നും ആണ്. അപ്പോൾ ഈ കുട്ടി പറയുന്നത് അടുത്ത പീരീഡായിരുന്നു സ്മിത ടീച്ചറുടേത് എന്ന്. എന്നാൽ അതിജീവിത പറയുന്നു, സ്മിത ടീച്ചറുടെ ക്ലാസ്സിൽ ഇരുന്ന സമയം, അവർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അവരിൽ നിന്നും പെർമിഷൻ വാങ്ങിയതിനു ശേഷം അവർ രണ്ടുപേരും കൂടി ടോയ്ലറ്റിലേക്ക് പോയി എന്ന്. എന്നിട്ട് കുട്ടി പറയുന്നു, ഈ സ്മിത ടീച്ചർ ക്ലാസ്സിലേക്ക് വന്ന വേളയിൽ ഈ അതിജീവിതയെ ക്ലാസ്സിൽ കാണാത്തത് കൊണ്ട് ഈ കുട്ടി എവിടെ പോയി എന്ന് ടീച്ചർ പ്രത്യേകം എടുത്ത് ചോദിച്ചതായിട്ടും ഈ കുട്ടി പറയുന്നുണ്ട്. എന്നിട്ടവിടെ ആ കുട്ടി പറയുന്നത്, ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ അതിജീവിത മടങ്ങി വന്നു എന്നാണ്. ഏതാനും നിമിഷങ്ങൾ മാത്രം കഴിഞ്ഞപ്പോൾ അതിജീവിത മടങ്ങി വന്നു എന്നുമാണ്. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉച്ചയ്ക്ക് അവൾ ഈ കുട്ടിയോട് തിരക്കി, എന്താണ് നീ വൈകി വന്നത് എന്ന്. ഈ കുട്ടി തന്നെ പറഞ്ഞു, കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ മടങ്ങി വന്നു എന്ന്. ഇപ്പോൾ കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ മടങ്ങി വന്നു എങ്കിൽ ഈ കുട്ടി എന്തിനാണ് മറ്റേ കുട്ടിയോട്, അതിജീവിതയോട്, നീ എന്തിനാണ് താമസിച്ചത് എന്നുള്ള ചോദ്യം ചോദിച്ചത്?
അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുള്ള സാധ്യത ഒന്നും തന്നെ അവിടെ നിലനിൽക്കുന്നു ഇല്ല. എന്നാൽ അടുത്തതാണ് വളരെ റിലവൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ്. അതായത് അപ്പോൾ അതിജീവിത കൂട്ടുകാരിയോട് പറഞ്ഞു, ഞാൻ അതിനെക്കുറിച്ചിട്ട് ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പപ്പൻ മാഷ് എന്നെയും എൻ്റെ ഉമ്മയെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഒന്നും തന്നെ പറയില്ല. നാം ഇവിടെ ആലോചിക്കണം, കോടതി പറഞ്ഞത്, ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞത് എന്താണ്? ആദ്യമായിട്ട് ഇങ്ങനൊരു ഭീഷണി പത്മരാജൻ മാസ്റ്റർ മുഴക്കിയെന്ന് അതിജീവിത കോടതിയിൽ കൊടുത്ത മൊഴി പ്രകാരം അത് 2/2/2020 ആയിരുന്നു. ഫെബ്രുവരി മാസം 2-ാം തീയതി ആയിരുന്നു ഈ സംഭവം നടന്നത് എന്നാണ് ജനുവരി മാസം 15-ാം തീയതി. എന്നാൽ നാം വിധിന്യായത്തിൻ്റെ 55-ാമത്തെ ഖണ്ഡിക പരിശോധിക്കുകയാണെങ്കിൽ ഇതേ കൂട്ടുകാരി തന്നെ പറയുന്നു തന്നോട് ഈ അതിജീവിത എല്ലാം പറഞ്ഞിരുന്നു എന്ന്. എന്നാൽ അതിജീവിത പറയുന്നത് എന്താണ്? താൻ ഇത് വെളിയിൽ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പത്മരാജൻ തന്നെയും തന്നെ ഉമ്മയെയും കൊല്ലുമെന്നാണ്. എന്നാൽ ഇവിടെ ഈ കൂട്ടുകാരി പറയുന്നു ഈ സംഭവമെല്ലാം ഈ അതിജീവിത തന്നോട് പറഞ്ഞിരുന്നു. ഒരിടത്ത് പറയുന്നു പറയാൻ പറ്റൂല, ഈ അദ്ദേഹം ഞങ്ങളെ കൊല്ലും. രണ്ടാമത് പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഈ കുട്ടിയോട് പറഞ്ഞു എന്ന്. അങ്ങനെ ഒരു കൊച്ചു കുട്ടിയോട് ഇങ്ങനെ മറ്റൊരു കുട്ടി പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കുട്ടി എന്ത് ചെയ്യും? ഒന്നുകിൽ ടീച്ചറോട് വിവരം പറയും, ടീച്ചറെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അല്ല എന്നുണ്ടെങ്കിൽ ടീച്ചറോട് പറയാൻ പേടിയോ അല്ലെങ്കിൽ പരിഭ്രമമോ ആണെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഉമ്മയെ ചെന്ന് കണ്ട് പറയും, ഉമ്മ ഇങ്ങനെയാണ് കൂട്ടുകാരിയുടെ അവസ്ഥ, ഞാൻ എന്ത് ചെയ്യണം ഉമ്മ, എനിക്ക് പേടിയാവുന്നു എന്നൊക്കെയല്ലേ സാധാരണ കുട്ടികൾ പറയാറുള്ളത്. ഈ കുട്ടി അതിൻ്റെ വീട്ടിൽ പോയിട്ട് ഇതിനെക്കുറിച്ചിട്ട് കമാശിവ ഒരക്ഷരവും മിണ്ടിയിട്ടില്ല എന്നുള്ള കാര്യം കൂടി നാം ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണം. ഇവിടെയും ഈ കുട്ടികൾ തികച്ചും കള്ളമാണ് പറയുന്നത്. അതായത് തങ്ങൾ അന്നേ ദിവസം ഈ അറബിക് ടീച്ചറെ പോയി കണ്ടതായും അവരിൽ നിന്ന് പാഡും വാങ്ങിയിട്ട് ടോയ്ലറ്റിൽ പോയപ്പോഴാണ് പീഡനം നടന്നത് എന്നുമാണ് പറയുന്നത്. എന്നാൽ ഈ അറബിക് ടീച്ചറുടെ മൊഴി പ്രകാരം അവർ ഈ 15-ാം തീയതി സ്കൂളിലെ ഉണ്ടായിരുന്നില്ല, അവധിയിൽ ആയിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ 15-ാം തീയതി ഈ രണ്ട് കുട്ടികളും അതേ ടീച്ചറെ, സ്ഥലത്തില്ലാത്ത ടീച്ചറെ ചെന്ന് കാണുകയും തനിക്ക് ആദ്യമായിട്ട് മെൻസസ് ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് പാഡ് വാങ്ങുകയും ചെയ്തത് എന്നുകൂടി നിങ്ങൾ സദയം ആലോചിക്കണം. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട വളരെ പ്രസക്തമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് സംഭവം നടന്നത് ആയിരുന്നു എങ്കിൽ ഏതൊരു പ്രോസിക്യൂഷൻ ആയാലും ശരി ഇത് തെളിയിക്കാൻ വേണ്ടിയിട്ട് സ്മിത ടീച്ചറിനെ കേസിൽ പ്രോസിക്യൂഷൻ സാക്ഷി ആക്കുമായിരുന്നു. എന്തുകൊണ്ട് സാക്ഷിയാക്കിയില്ല? സ്മിത ടീച്ചർ അവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾ പറയുന്നത് എല്ലാം തന്നെ കള്ളമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടും. ഈ കോടതി ആയിരിക്കണമെന്നില്ല, മറ്റേതെങ്കിലും ഒരു കോടതി ആയിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും കോടതിക്ക് ബോധ്യപ്പെടുമായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു റോൾ ഈ സ്മിത ടീച്ചർക്ക് ഉണ്ടെങ്കിൽ പോലും അവരെ സാക്ഷി ആക്കാത്തത്. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയും ഉമ്മയെയും പപ്പൻ മാഷ് ഈ വിവരങ്ങൾ പുറത്തു പറഞ്ഞാൽ കൊന്നുകളയും എന്ന് ഭീഷണിപ്പെടുത്തിയത് ഫെബ്രുവരി മാസം 2-ാം തീയതിയായിരുന്നു. എന്നാൽ ഇവിടെ കൂട്ടുകാരിയായ കുട്ടി പറയുന്നത്, മൊഴി കോടതിയിൽ കൊടുത്തത്, തന്നോട് അങ്ങനെ ഒരു ഭീഷണി പപ്പൻ മാഷ് മുഴക്കിയതായി 15/1/2020 തന്നെ പറഞ്ഞു എന്നാണ്. അതെങ്ങനെ പറഞ്ഞു? അങ്ങനെ പറയും എന്ന് സ്വപ്നം വല്ലതും കണ്ടിട്ടാണോ ഈ കുട്ടി കോടതിയിൽ ഈ 15-ാം തീയതിയെ പപ്പൻ മാഷ് അങ്ങനെ പറഞ്ഞു എന്ന് ഈ കൂട്ടുകാരിയോട് പറഞ്ഞു എന്ന് പറയുന്നത്? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അന്നേ ദിവസം ഈ 15-ാം തീയതി അത്തരത്തിൽ ഒരു പീഡനം നടക്കാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്ന് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ തന്നെ പറഞ്ഞതായി കോടതി വിധിന്യായത്തിൽ പറയുന്നുണ്ട്. ഇനി നമുക്ക് 3-ാം ദിവസത്തെ വിചിത്രമായ പീഡനത്തിലേക്ക് വരാം. കുട്ടിയുടെ മൊഴി പ്രകാരം ഈ പീഡനം നടന്നു എന്ന് പറയുന്നത് ഫെബ്രുവരി മാസം 2-ാം തീയതിയാണ്. ഫെബ്രുവരി മാസം 1-ാം തീയതി തൻ്റെ ക്ലാസ് ടീച്ചറായ ശരത് സാർ തൻ്റെ ഉമ്മയെ ഫോണിൽ വിളിച്ചിട്ട് ഈ പിറ്റേ ദിവസം ഈ പത്മരാജൻ സാറിൻ്റെ LSS ക്ലാസ് ഉള്ളതായിട്ടും കുട്ടിയെ സ്കൂളിൽ അയക്കണമെന്നും ആവശ്യപ്പെട്ടു. അതിന് പ്രകാരം ഈ മദ്രസയിലേക്കുള്ള ഡയറിയിൽ കുട്ടികളെ നേരത്തെ വിടണം എന്നുണ്ടെങ്കിൽ അതിൽ ഈ ഗാർഡിയൻ അതിൽ ഒപ്പിട്ട് കൊടുക്കണം, ഇങ്ങനെ ഈ ആവശ്യം ഉന്നയിക്കണം. അതിന് പ്രകാരം ഈ ഉമ്മ ആ ഡയറിയിൽ ഈ ആവശ്യം ഉന്നയിച്ചതായും എന്നിട്ടവർ ഈ കുട്ടിയെ വിളിക്കാൻ വേണ്ടി മദ്രസയിൽ ചെന്നതായും, അങ്ങനെയാണെങ്കിൽ പിന്നെ ഡയറിയിൽ എഴുതേണ്ട ആവശ്യമില്ലല്ലോ. ഏതൊരു പേരൻറ്റും മദ്രസയിൽ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ കുട്ടിയെ വിടണം എന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിടും. അപ്പോൾ അവിടെ തന്നെ ഈ ഡയറിയിൽ എഴുതേണ്ടതായിട്ടുള്ള ആവശ്യം ഇല്ല, നാം നേരിട്ട് ഉമ്മ പോയി വിളിക്കുകയാണ് എങ്കിൽ. അതിനുശേഷം ഈ കുട്ടിയും കൊണ്ട് നേരെ സ്കൂളിൽ ചെന്നു. അവിടെ അപ്പോൾ ഈ പത്മരാജൻ മാസ്റ്ററും 3 ആൺകുട്ടികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഉമ്മ
സ്വാഭാവികമായിട്ടും ചോദിക്കും, എന്താ സാർ ബാക്കി കുട്ടികളൊക്കെ എന്തുകൊണ്ട് വന്നില്ല, ഇന്ന് ക്ലാസ് ഇല്ലേ? അങ്ങനെ സ്വാഭാവികമായിട്ടും ചോദിക്കും. എന്നാൽ ഈ നമ്മുടെ ഉമ്മ ഇതൊന്നും ചോദിക്കാതെ വീട്ടിലേക്ക് പോയി. അതിനുശേഷം ഈ കുട്ടി പറയുന്നു, ഉദ്ദേശം 10 മണിയോടുകൂടി അധ്യാപകൻ ബാക്കിയുള്ള എല്ലാ 3 ആൺകുട്ടികളെയും കളിക്കാൻ വിട്ടതിന് ശേഷം ഈ കുട്ടി ബാത്റൂമിൽ പോയപ്പോൾ അവിടെ ചെന്നിട്ട് അവിടെ വെച്ച് പീഡിപ്പിച്ചു എന്നാണ്. അന്നും ഉമ്മ തന്നെ സ്കൂളിൽ വന്നിട്ട് തന്നെ കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് ഈ അതിജീവിത പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും ഈ ഉമ്മ കുട്ടിയെ വിളിക്കാൻ വരുന്ന വേളയിൽ, ഇപ്പോൾ നമ്മളൊരു സ്കൂളിലേക്ക് പോവുകയാണെങ്കിൽ ഈ LSS ക്ലാസ്സിലെ കുട്ടികൾ മടങ്ങി പോകുന്നതായിട്ടും അല്ലെങ്കിൽ പേരൻസ് വന്ന് കൊണ്ടുപോകുന്നതായിട്ടും ഒക്കെ കാണാനുള്ള എല്ലാ സാധ്യതയും കാണുമല്ലോ. സ്വാഭാവികമായിട്ടും ഈ സാറിനോട് ചോദിക്കില്ലേ, എന്താ സാർ ഇന്ന് ക്ലാസ് ഇല്ലായിരുന്നു, എൻ്റെ കുട്ടിയെ മാത്രം എന്തിനാണ് വിളിച്ചു വരുത്തിയത് എന്ന് സ്വാഭാവികമായിട്ടും ചോദിക്കും. എന്നാൽ ഇവിടുത്തെ ഉമ്മ അതുപോലും ചോദിച്ചില്ല. അപ്പോൾ കുട്ടി പറയുന്നു, ഞാൻ അന്ന് വളരെ ക്ഷീണത്തിൽ ആയതുകൊണ്ട് സ്കൂളിൽ നടന്ന സംഭവമൊന്നും താൻ തൻ്റെ ഉമ്മയോട് പറഞ്ഞിട്ടില്ല എന്ന്. തുടർന്ന് ജൂലൈ മാസം അവസാനമാണ് രീഷ്മ IPS ഈ കുട്ടിയുടെ മൊഴിയെടുത്തത്. അത് വീഡിയോയിൽ റെക്കോർഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ആ സമയമാണ് ഈ 3-ാമത്തെ ദിവസം പീഡനം നടന്നു എന്ന് പറഞ്ഞ ആ വെർഷൻ ഈ കുട്ടി മാറ്റി. തന്നെ അധ്യാപകൻ ഒരു ബൈക്കിൻ്റെ പിറകിലിരുത്തി ദൂരോട്ട് കൊണ്ടുപോയതായിട്ടും അവിടെ വെച്ചിട്ട് മറ്റൊരാളും കൂടി വന്ന് പീഡിപ്പിച്ചതായിട്ടും ഒക്കെയാണ് ആ കുട്ടി മൊഴി കൊടുത്തത്. വീഡിയോ റെക്കോർഡ് ഉണ്ട്. എന്നാൽ കോടതിയിൽ സാക്ഷി കൂട്ടി നിന്നപ്പോൾ ഈ കുട്ടി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനങ്ങനെ അവരോടൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നാണ്. വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്, പക്ഷേ താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് കുട്ടി പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ 127 വൈരുദ്ധ്യങ്ങൾ ഉള്ള മൊഴിയുള്ള ഒരു സാക്ഷിയുടെ മൊഴിയെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട തലശ്ശേരി ഫാസ്റ്റ് ട്രാക്ക് കോടതി പറഞ്ഞത് സ്റ്റാർ വിറ്റ്നസ് ആണ് എന്ന്. സുഹൃത്തുക്കളെ, ഈ 3-ാം ദിവസം പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്നുണ്ടെങ്കിൽ എങ്കിൽ ഈ കുട്ടിയുടെ ക്ലാസ് ടീച്ചറെയും അറസ്റ്റ് ചെയ്ത് വിചാരണ ചെയ്യേണ്ടിയിരുന്നില്ലേ? അതായത് മനഃപൂർവ്വം ഇല്ലാത്ത ഒരു ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടിയുടെ ഉമ്മയെ വിളിച്ചിട്ട് കുട്ടിയെ സ്കൂളിൽ വരണം എന്ന് പറയുകയും അങ്ങനെ വന്നപ്പോൾ മറ്റൊരു അധ്യാപകൻ ഇത് ചെയ്തു എങ്കിൽ തീർച്ചയായിട്ടും ഈ ക്ലാസ് ടീച്ചറും ഈ കേസിൽ പ്രതിയാകേണ്ടതാണ്. എന്നാൽ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. എന്തായാലും ഈ രീഷ്മ IPS തൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഈ 1-ാം തീയതി ഈ ശരത് മാസ്റ്റർ ഈ കുട്ടിയുടെ ഉമ്മയെ വിളിച്ചിരുന്നേ ഇല്ല. എന്നാൽ വിളിച്ചത് 7-ാം തീയതി ആണ്. അതുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്തു, ഈ സംഭവം നടന്നത് 2-ാം തീയതി അല്ല, മറിച്ച് 8-ാം തീയതിയാണ് എന്ന് വരുത്തി തീർത്തു. കൂടാതെ ഈ LSS ക്ലാസ് ഈ 2-ാം തീയതി ഇല്ലായിരുന്നു. അതും കൂടാതെ അവിടെ LSS ക്ലാസ് ആദ്യമായിട്ട് ആരംഭിച്ചത് തന്നെ 3-ാം തീയതി ആയിരുന്നു. ഫെബ്രുവരി മാസം 3-ാം തീയതി ആയിരുന്നു. എന്നിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം വന്നതുകൊണ്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ ചേർന്നിട്ട് ഒരു നിഗമനത്തിൽ എത്തി, അത് 2-ാം തീയതി അല്ല, അത് 8-ാം തീയതി ആയിരുന്നു എന്ന്. എങ്കിൽ പിന്നെ 8-ാം തീയതി എങ്കിൽ 8-ാം തീയതി 8-ാം തീയതി ഈ LSS ക്ലാസ് ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ എന്നുള്ള കാര്യം നമ്മുടെ ജഡ്ജ്മെൻറ്റിൽ നിന്നും മനസ്സിലാക്കാനും കഴിയുന്നില്ല. അപ്പോൾ എന്ത് വിചിത്രമായ രീതിയിലാണ് ഷെർലക് ഹോംസ് രത്നകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഈ അന്വേഷണം നടന്നത് എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. എന്നാൽ അതിജീവിത തന്നെ പറയുന്നു, താൻ ആദ്യം പോലീസിനോട് പറഞ്ഞത് ഈ വിദ്യാർത്ഥിനികളുടെ ടോയ്ലറ്റിൽ വച്ചിട്ട് ആയിരുന്നു പീഡനം നടന്നത് എന്നാണ്. അതിനുശേഷം അവിടെ കുറ്റിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ പിന്നീട് താൻ മാറ്റി പീഡനം നടന്നത് ടീച്ചേഴ്സിൻ്റെ ടോയ്ലറ്റ് വെച്ച് ആയിരുന്നു എന്ന് പറഞ്ഞതായിട്ടും അതിജീവിത പറയുന്നു. അങ്ങനെ പറഞ്ഞാലല്ലേ നമ്മുടെ നേരത്തെ പറഞ്ഞ ഷെർലക് ഹോംസ് രത്നകുമാറിൻ്റെ ഈ കണ്ടെത്തൽ ശരിയാവും. ഇവിടെ നമുക്ക് മനസ്സിലാക്കാം, ഈ കൊച്ചുകുട്ടിയാണ്, ചിലപ്പോൾ പറഞ്ഞ ദിവസം മാറിപ്പോകും. എന്നാൽ തന്നെ പീഡിപ്പിച്ചത് ആദ്യം ഇവിടെയാണെന്നും കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അല്ല, എന്നെ പീഡിപ്പിച്ചത് മറ്റൊരു സ്ഥലത്താണെന്നും ഏതെങ്കിലും ഒരു കുട്ടി പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു കോടതിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുക? എസ്പെഷ്യലി വെൻ താൻ ഈ കളിക്കാൻ പോകുന്നത് ഒരു മനുഷ്യൻ്റെ, നിരപരാധിയായ ഒരു മനുഷ്യൻ്റെ ജീവിതം വച്ചാണ് താൻ പന്താടുന്നത് എന്ന് കോടതിക്ക് പ്രത്യേകിച്ചും ബോധ്യമുള്ളപ്പോൾ. ഞാൻ പലതവണ വായിച്ചിട്ടും എനിക്കിതുവരെയും മനസ്സിലാകാത്ത ഒരു സെൻറ്റൻസ് ഈ ജഡ്ജ്മെൻറ്റിൽ ഉണ്ട്. നിങ്ങൾക്കത് മനസ്സിലാകുകയാണ് എന്നുണ്ടെങ്കിൽ സദയം കമൻറ്റ് ബോക്സിൽ അത് അറിയിക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ കേസിൻ്റെ അപ്പീലിൽ വാദം കേൾക്കുമ്പോൾ അവർ ഒരു ക്ലാരിഫിക്കേഷൻ തരും എന്നും നമുക്ക് പ്രതീക്ഷിക്കാം. അതെന്തായാലും 33-ാമത്തെ പുറത്താണ്. അത് ഇങ്ങനെയാണ്: ഷീ സ്റ്റേറ്റഡ് ദ പോലീസ് ഓഫീസേഴ്സ് ഓഫ് പാനൂർ പോലീസ് സ്റ്റേഷൻ ഹാഡ് ആസ്ക്ഡ് ഹെർ ഇഫ് ഷീ വുഡ് നോട്ട് സ്റ്റെപ്പ് ഓൺ ദ ടോയ്ലറ്റ്. So she said that the incident took place in the bathroom used by the students.
അപ്പോൾ കുട്ടികളുടെ ടോയ്ലറ്റിൽ വെച്ചാണ് ഈ പീഡനം നടന്നത് എന്ന് താൻ പറയാനുണ്ടായ കാരണം ഈ പോലീസ് എന്തോ ചോദിച്ചു എന്നാണ് അവിടെ പറയുന്നത്. എന്നാൽ ഈ ഇംഗ്ലീഷ് സെൻറ്റൻസിൻ്റെ അർത്ഥം ലോകത്താർക്കും തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്കാർക്കെങ്കിലും മനസ്സിലാവുകയാണ് എന്നുണ്ടെങ്കിൽ സദയം അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എന്ന് അപേക്ഷിക്കുന്നു. ആർക്കും തന്നെ മനസ്സിലായില്ലെങ്കിലും ആ ഒരു റീസണാണ് പത്മരാജനെ സ്വാഭാവിക മരണം വരെ ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കാനായി ഈ സെഷൻസ് കോടതിക്ക് അതിനുള്ള അധികാരവും ഇല്ലായിരുന്നു. എന്നാലും വിധിക്കാനായിട്ടുള്ള ഒരു കാരണം എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഞാൻ വളരെ കൃത്യമായി പറഞ്ഞ ഈ കാര്യങ്ങളിൽ നിന്നും ഏവർക്കും തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഈ കേസ് ഒരു കെട്ടിച്ചമച്ചത് ആണെന്ന്. ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ മൊഴി കൊടുക്കുമ്പോൾ തെറ്റുകൾ പറ്റാം. എന്നാൽ ഒരേ കാര്യത്തെക്കുറിച്ചിട്ട് രണ്ട് കുട്ടികൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. അവർ മൊഴി കൊടുക്കുമ്പോൾ ഈ 180 ഡിഗ്രിയിലുള്ള വ്യത്യാസങ്ങൾ ആ മൊഴികളിൽ എങ്ങനെയാണ് സംഭവിക്കുക? അതായത് ഈ കുട്ടികൾക്ക് മറ്റാരോ ക്ലാസ് എടുത്തു കൊടുത്തായിരുന്നു വിട്ടിരുന്നത് എങ്കിലും ആ കൊച്ചു കുട്ടികൾ പറഞ്ഞപ്പോൾ കാര്യങ്ങളൊക്കെ തകിടം മറിഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തെറ്റിപ്പോയി. എന്നാൽ ഒരേ മതത്തിൽപ്പെട്ട 2 പെൺകുട്ടികൾ ഒരേ കാര്യത്തെ സംബന്ധിച്ച് ഒരേപോലെ മൊഴി നൽകാൻ ശ്രമിക്കുകയും എന്നാൽ അവർ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുകയും അവരുടെ മൊഴികൾ കള്ളമാണെന്ന് അറബിക് ടീച്ചറുടെ മൊഴി കൂടി തെളിയിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പത്മരാജൻ തന്നെ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ മനഃപൂർവ്വം ഏതോ ഗൂഢശക്തികൾ ഈ പോക്സോ നിയമത്തിനടിയിൽ കുരുക്കി അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ജീവിതവും താറുമാറാക്കാൻ വേണ്ടി മനഃപൂർവ്വം ശ്രമിച്ചു എന്നുള്ളത് മാത്രമാണ്. അതിന് ഈ തലശ്ശേരിയിലെ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയും കീഴടങ്ങി എന്ന് വേണം നമുക്ക് മനസ്സിലാകുന്നത്. എനിക്കൊരു പ്രത്യേക അഭ്യർത്ഥനയുണ്ട്. അത് ഏതെങ്കിലും ഒരു ജഡ്ജിയോടല്ല, ജഡ്ജിമാരോട് പൊതുവിലാണ് എൻ്റെ അഭ്യർത്ഥന. അതായത് നിങ്ങൾക്ക് നിയമം ശരിയായ രീതിയിൽ അറിയില്ല എങ്കിൽ, നിങ്ങൾക്ക് നേരെ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയില്ല എങ്കിൽ, നിങ്ങൾക്ക് സുപ്രീം കോടതിയാണ് അപ്പെക്സ് കോടതി എന്നുള്ള കാര്യം അറിയില്ല എങ്കിൽ, ഒരാളെ ശിക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അധികാര പരിധി എന്താണെന്ന് അറിയില്ല എങ്കിൽ, ജനങ്ങളുടെ നികുതി പണവും തിന്ന് ഒരു പാരസൈറ്റായി ജീവിക്കാതെ എത്രയും വേഗം നിങ്ങളുടെ സ്ഥാനം രാജിവെച്ചതിന് ശേഷം വല്ല കപ്പലണ്ടി കച്ചവടത്തിനും പോകണം എന്നുള്ളതാണ് എൻ്റെ വളരെ വിനീതമായ അഭ്യർത്ഥന. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോയിൽ നിന്നും ഈ പത്മരാജൻ മാസ്റ്റർ തികച്ചും നിരപരാധി ആണ് എന്ന് മനസ്സിലായി കാണും. ഇത് അദ്ദേഹത്തിനെതിരെ മനഃപൂർവ്വം കെട്ടിച്ചമച്ച ഒരു കേസാണ്. ആ സത്യം കണ്ടെത്താൻ ഈ കോടതിയും പരാജയപ്പെട്ടു. ഇനി അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അപ്പീൽ കോടതിയിൽ നിന്നും ഈ ജസ്റ്റിസ് ന്യായം ലഭിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. എനിക്ക് വേണമെങ്കിൽ ഈ സബ്ജക്റ്റ് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലുമൊക്കെ സബ്ജക്റ്റ് എടുത്തിട്ട് വീഡിയോ ചെയ്യും, ആൾക്കാർ കൂടുതൽ കാണുകയും ചെയ്യും. പക്ഷേ എൻ്റെ ജീവിതത്തിലൊരു ലക്ഷ്യമുണ്ട്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞ് അത് അവസാനിപ്പിച്ചതിന് ശേഷം മാത്രമേ ഞാൻ പ്രധാനപ്പെട്ട മറ്റെന്തെങ്കിലും വിഷയം ഏറ്റെടുത്ത് ചെയ്യുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ സദയം എന്നത്തെയും പോലെ തന്നെ ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ ഇപ്പോൾ ഹൈപ്പ് ചെയ്യാനൊരു എന്തോ വകുപ്പുണ്ടെന്ന് എൻ്റെ മകൾ എന്നോട് പറയുകയുണ്ടായി. എനിക്ക് ഇതിനെക്കുറിച്ചിട്ട് വലിയ വിവരമൊന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതും ചെയ്യണം. ഈ വീഡിയോ മാക്സിമം ജനങ്ങളിലേക്ക് നിങ്ങൾ എത്തിക്കാൻ ശ്രമിക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയവുമായി, അതായത് ശാസ്ത്രീയ തെളിവുകളെ സംബന്ധിച്ചുള്ള ആ വിഷയവുമായി നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.